ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മളുടെ ഇന്നത്തെ ഡിസ്കഷൻ. മിഡിൽ ഈസ്റ്റിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, പാകിസ്ഥാൻ ആണിപ്പോൾ അതിനെ ഈ മീഡിയേഷൻ അല്ലെങ്കിൽ ഒരു മീഡിയേറ്ററായിട്ട് ഇപ്പോൾ ആക്ട് ചെയ്യുന്ന രാജ്യം. നമുക്ക് ആസിഫ് മുനീറും അതുപോലെ തന്നെ ഷെരീഫും ഒക്കെ തന്നെ വളരെ ആക്റ്റീവായിട്ട് ഈ യുദ്ധം എങ്ങനെയൊന്ന് അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി, ഈ റീജിയനിലെ സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പാകിസ്ഥാനിൻ്റെ ഈ രണ്ട് നേതാക്കൾ രാപ്പകൽ കഷ്ടപ്പെടുന്നൊരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം, നമ്മളെ കുറേ പുറമോട്ട് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ എങ്ങനെയാണ് അമേരിക്കയ്ക്ക് അഫ്ഗാൻ വാറിൽ, അതായത് താലിബാനെ അവിടുന്ന് തുരത്താൻ വേണ്ടി അമേരിക്ക നടത്തിയ അഫ്ഗാൻ വാറിൽ അമേരിക്കയ്ക്കൊപ്പം നിന്ന് യുദ്ധം ചെയ്യുന്നു എന്ന പേരിൽ താലിബാനെ പൂർണ്ണമായിട്ടും ഒളിഞ്ഞും തിരഞ്ഞുമൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നത് എങ്ങനെയാണെന്നുള്ളൊരു കാഴ്ച നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ട്രംപ് ആദ്യ സമയത്ത് വന്നപ്പോഴൊക്കെ തന്നെ പറഞ്ഞാണ് പാകിസ്ഥാനെതിരെ. പക്ഷേ ഇപ്പോൾ ട്രംപിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്ത രാജ്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ്റെ നേതാക്കളാണ് ആസിഫ് മുനീറും ഷഹബാസ് പ്രൈം മിനിസ്റ്റർ ഉണ്ടല്ലോ, ഷെരീഫ്, നവാസ് ഷെരീഫിൻ്റെ സഹോദരൻ ഷഹബാസ് ഷെരീഫ്. ഇപ്പോൾ ട്രംപ് പറയുന്ന ഇവർ രണ്ടുപേരും വളരെ ഫണ്ടാസ്റ്റിക് ആയിട്ടുള്ള രണ്ടുപേരാണ്. രണ്ടുപേരും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. എനിക്കവരിൽ വിശ്വാസമാണ്. അവരാണിപ്പോൾ ഇതിനകത്തിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള റോൾ, സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ക്രൂഷ്യലായിട്ടുള്ള റോൾ വഹിക്കുന്നത് പാകിസ്ഥാൻ്റെ നേതാക്കളാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ഈ ട്രൂത്ത് സോഷ്യൽ മീഡിയക്കകത്തിൽ ട്രംപ് ഭയങ്കരമായിട്ടുള്ള പുകഴ്ത്തലൊക്കെയാണ്. അപ്പോൾ ഇതിനകത്തിൽ ഇപ്പോഴത്തെ ഒരു നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ടൊരു വിഷയം എന്ന് പറയുന്നത്, അമേരിക്കയുടെ സെക്യൂരിറ്റി അനലിസ്റ്റൊക്കെ തന്നെ അമേരിക്കയിൽ ഇപ്പോൾ വളരെ ശക്തമായിട്ട് പാകിസ്ഥാനെ ഒട്ടും വിശ്വസിക്കരുത്, പഴയ അഫ്ഗാനിസ്ഥാൻ്റെ ഓർമ്മ വെച്ചിട്ട് തീർച്ചയായിട്ടും അവരൊരു റെഡ് ഫ്ലാഗ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു പാകിസ്ഥാൻ ഇതിനകത്തിലൊരു മീഡിയേറ്ററായിട്ട് വർത്തിക്കുന്നത്, പ്രത്യേകിച്ച് ആസിഫ് മുനീർ ഇതിനകത്തിൽ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്നതിനെക്കുറിച്ച് അമേരിക്കൻ സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഒഫീഷ്യലായിട്ടുള്ള തലത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒഫീഷ്യലായിട്ടുള്ള തലത്തിലല്ല, നമുക്ക് ഈ സെക്യൂരിറ്റി അനലിസ്റ്റ് എന്നൊക്കെ പറയുന്ന അവരുടെ കൂട്ടത്തിൽ തീർച്ചയായിട്ടും അതൊരു പക്ഷേ അവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻ്റലിജൻസിലൊക്കെ നേരത്തെ ജോലി ചെയ്ത ആൾക്കാരും റിട്ടയർഡായിട്ടുള്ള ആൾക്കാരും ഒക്കെ തന്നെ ആയിരിക്കും. അവർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാമെന്നായിരിക്കും. അപ്പോൾ അവർ പറയുന്നത് പാകിസ്ഥാനെ, ആസിഫ് മുനീറിനെ വിശ്വസിക്കരുത്, കാരണം അമേരിക്കയ്ക്ക് വീണ്ടും പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് അവരിപ്പോൾ പറയുന്നത്. അത് ഫോക്സ് ന്യൂസിൻ്റെ റിപ്പോർട്ടിലാണ് ഈ പറഞ്ഞ ഒരു സെക്യൂരിറ്റി അനലിസ്റ്റ്, പുള്ളിയുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സെക്യൂരിറ്റി അനലിസ്റ്റിൻ്റെ പേര് ബിൽ റോഗിയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൗണ്ടേഷൻ ഫോർ ഡിഫെൻസ് ഓഫ് ഡെമോക്രസീസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സെക്യൂരിറ്റി അനലിസ്റ്റാണ്. അദ്ദേഹം ഈ ഫോക്സ് ന്യൂസിന് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ, അല്ലെങ്കിൽ ആ ഒരു ഫോക്സ് ന്യൂസ് ചാനലിനകത്തിൽ പറഞ്ഞത്, ട്രംപ് ഷുഡ് നോട്ട് ട്രസ്റ്റ് ദ പാകിസ്ഥാനികളെ ട്രംപ് വിശ്വസിക്കരുത്, കാരണം പാകിസ്ഥാന് തീർച്ചയായിട്ടും ഈ അഫ്ഗാനിസ്ഥാനിൽ താലിബാനെ സഹായിക്കുകയും അമേരിക്കയ്ക്കൊപ്പം നിന്ന ഒരു അനുഭവം അമേരിക്കയ്ക്കുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാനെ ഇപ്പോഴത്തെ അവിടുത്തെ നേതാക്കളെയും വിശ്വസിക്കരുത്. ഈ പറഞ്ഞ ഈ ഇറാനുമായിട്ടുള്ള സമാധാന ചർച്ചയിൽ മീഡിയേറ്ററായിട്ട് അല്ലെങ്കിൽ മീഡിയേഷൻ വഹിക്കുന്ന പാകിസ്ഥാൻ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് വലിയൊരു ബേർഡൻ ആകാനും ലയബിലിറ്റി ആകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ പറഞ്ഞ സെക്യൂരിറ്റി അനലിസ്റ്റ് പറയുന്നത്. ഈ സെക്യൂരിറ്റി അനലിസ്റ്റ് മാത്രമല്ല, മറ്റു പല തലത്തിൽ നിന്നും ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പൊന്തി വരുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ താലിബാനെ സഹായിക്കുകയും അതുപോലെ തന്നെ താലിബാനെ എതിരെ ഫൈറ്റ് ചെയ്യുന്ന അമേരിക്കയ്ക്കൊപ്പമാണെന്ന് വരുത്തി തീർക്കാൻ സ്മാർട്ട്നെസ് കാണിച്ച പാകിസ്ഥാനെ തീർച്ചയായിട്ടും വിശ്വസിക്കരുത്. പ്രത്യേകിച്ച് ഇവിടെ ആസിഫ് മുനീറിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം ആസിഫ് മുനീറിനെ കുറിച്ച് പറയുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാൻ്റെ IRGCയുമായിട്ട്, അതായത് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്, വളരെ പവർഫുള്ളായിട്ടുള്ള അവരുടെ ഏറ്റവും ഹയറാർക്കിയുടെ ടോപ്പിലുള്ള IRGCയുമായിട്ട് വളരെ അടുത്ത ആഴത്തിലുള്ള ബന്ധം ആസിഫ് മുനീറിനുണ്ട് എന്നാണ് ഈ പറഞ്ഞ സെക്യൂരിറ്റി അനലിസ്റ്റും അല്ലെങ്കിൽ അവരുടെ സെക്യൂരിറ്റി അനലിസ്റ്റിൻ്റെ വൃത്തങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ മുനീറും ട്രംപും ഒക്കെ തന്നെ ഇപ്പോൾ വളരെ നല്ല ബന്ധത്തിലാണ്. കാരണം അതൊക്കെ വളരെ എന്താണ് പറയുന്നത്, ചില ഈ ബിസിനസ് റിലേഷൻസൊക്കെ തന്നെയാണ്, ക്രിപ്റ്റോ കറൻസിയുടെ അതുപോലെ തന്നെ മറ്റു പല ബിസിനസ്സിൻ്റെ ഒക്കെ തന്നെ ചില ബന്ധങ്ങളാണ് ആസിഫ് മുനീറുമായിട്ടും അല്ലെങ്കിൽ ഷെരീഫിൻ്റെ ഫാമിലിയായിട്ടൊക്കെ തന്നെ ട്രംപിനുള്ളത്. കാരണം തീർച്ചയായിട്ടും ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്. ഭരണം ഉപയോഗിച്ച് മാക്സിമം ട്രംപിനും ട്രംപിൻ്റെ കുടുംബത്തിനും പരമാവധി ബിസിനസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ട്രംപിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത്. അതിപ്പോൾ ഏത് രാജ്യത്തെ
ഭരണാധിപന്മാരുടെ കൂടി ഏതെല്ലാം രീതിയിലുള്ള ബിസിനസ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ട്രംപ് ആലോചിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രമാണ് ട്രംപിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ട്രംപ് ഈ മുനീറിനെക്കുറിച്ച് എക്സെപ്ഷണൽ മാൻ, മൈ ഫേവറേറ്റ് ഫീൽഡ് മാർഷൽ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്നുണ്ട്. ആ പുകഴ്ത്തലൊക്കെ നമുക്ക് അറിയാം. കാരണം അതിനാണ് നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ചും ട്രംപ് ഓരോ ദിവസം പറയുന്നത് മോഡി നല്ല വ്യക്തിയാണ്, എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നൊക്കെ പറയുകയും ചെയ്യും. പക്ഷേ നമുക്ക് തരാനുള്ള പണികളൊക്കെ തന്നെ തരികയും ചെയ്യും. അപ്പോൾ ഈ ആസിഫ് മുനീറിനെക്കുറിച്ച് വാഷിങ്ടണിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ പൊതുവെ ഇപ്പോൾ ചർച്ചകൾ വളരെ കൊടുമ്പിരിക്കൊണ്ടുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും മുനീറിന് IRGCയുമായിട്ട് ഇങ്ങനെ വളരെ ആഴത്തിലുള്ള ബന്ധം ഉണ്ട് എന്നുള്ളത് അമേരിക്കൻ ഇൻ്റലിജൻസ് വിങ്ങിനും അതുപോലെ തന്നെ ഈ ഇസ്രായേലിൻ്റെ മൊസാദ് എന്ന് പറയുന്ന അവരുടെ ഇൻ്റലിജൻസ് വിങ്ങിനൊന്നും അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. ഇവർക്ക് മാത്രമല്ല, ലോകത്തിലുള്ള മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ ഇൻ്റലിജൻസ് എല്ലാം തന്നെ അറിയാമായിരിക്കില്ലല്ലോ. നമുക്ക് എല്ലാ ഇൻ്റലിജൻസും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം, ടോപ്പ് ഇൻ്റലിജൻസിൻ്റെ കാര്യമൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയുടെ CIA-ക്കായാലും മൊസാദിനായാലും ഈ പറഞ്ഞ ആസിഫ് മുനീർ ഈ IRGCയുമായിട്ട് അല്ലെങ്കിൽ ഇറാനുമായിട്ട് ഇത്ര ആഴത്തിലുള്ള ബന്ധമുള്ളൊരു വ്യക്തിയാണ് എന്ന് അറിയാൻ വയ്യാത്ത ഒരു കാര്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരുപക്ഷെ ഈ ഡീപ്പായിട്ടുള്ള റിലേഷനെ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അതിനെ ഉപയോഗപ്പെടുത്തുന്നതായിരിക്കാം എന്നുള്ളൊരു ആംഗിളിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ അതിനെ പരിഗണിക്കാം. പക്ഷേ ഇവിടെ നമുക്ക് ചൈന എന്ന് പറഞ്ഞൊരു ഫാക്ടറുണ്ട്. കാരണം ചൈനയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിൽ ഈ അമേരിക്കയെക്കാളും ഏറ്റവും കൂടുതൽ ഇതിനകത്തിൽ ഈയൊരു മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ്, ഇറാനുമായിട്ടുള്ള യുദ്ധം, അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു രാജ്യം എന്ന് പറയുന്നത് ചൈന തന്നെയാണ് ശരിക്കും. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് എന്നുള്ളൊരു വിഷയം മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക. പക്ഷേ ചൈനയെ സംബന്ധിച്ച് അങ്ങനെയല്ല. കാരണം ഇറാൻ ചൈനയുടെ ഒരു ക്ലയൻറ്റ് സ്റ്റേറ്റാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇറാനെ ചൈനയ്ക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ അത് ചൈനയെ സംബന്ധിച്ച് വലിയൊരു ചൈനയുടെ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ ഒരു അവരുടെ പവറിന് കിട്ടാവുന്ന എന്ന് വെച്ചാൽ ഏറ്റവും അവസാനത്തെ ഒരു തട്ടകമാണ് ശരിക്കും പറഞ്ഞാൽ ചൈനയെ സംബന്ധിച്ച് ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ റഷ്യയെ സംബന്ധിച്ച് റഷ്യ ഇപ്പോൾ യുദ്ധത്തിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ചൈന ഇതുവരെ അങ്ങനെയുള്ള ഒരു തിയേറ്റർ ഓഫ് വാറൊന്നും ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇറാനെ ഏത് രീതിയിലും പിന്നെ നഷ്ടപ്പെടാതെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ചൈനയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവരുടെ ബെൽറ്റ് ആൻഡ് റോഡിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പാകിസ്ഥാനും ഇറാനും അവരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എടുത്ത് നോക്കുമ്പോൾ ചൈനയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ രണ്ട് രാജ്യങ്ങൾ പിന്നെ ഡീസ്റ്റെബിലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാഴ്ച ചൈനയ്ക്ക് ഒരുപക്ഷെ അഫോർഡ് ചെയ്യാൻ പോലും സാധിക്കത്തില്ല. അല്ലെങ്കിൽ ചൈനയുടെ സ്വാധീന വലയത്തിൽ നിന്ന് ഈ പറഞ്ഞ രാജ്യങ്ങൾ രണ്ടും നഷ്ടപ്പെടുക എന്നുള്ളത് ഒരിക്കലും ചൈനയെ സംബന്ധിച്ച് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവരുടെ ഏറ്റവും അംബീഷ്യസ് ആയിട്ടുള്ള ഈ ഗ്ലോബൽ പ്രോജക്റ്റ് ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഇത് ഇവിടുന്ന് തുടങ്ങി അങ്ങ് യൂറോപ്പിൽ ചെന്ന് എത്തി നിൽക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കവാടങ്ങളാണ് പാകിസ്ഥാനും ഇറാനും. അപ്പോൾ തീർച്ചയായിട്ടും ഈ അമേരിക്കയെക്കാളും കൂടുതൽ ഈ പറഞ്ഞ ഒരു മിഡിൽ ഈസ്റ്റിലെ ഈ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഇറാനുമായിട്ടുള്ളൊരു യുദ്ധം ചൈനയ്ക്കാണ് ഇതിനകത്ത് ഏറ്റവും വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തുള്ളൊരു പിന്നെ ഈ കോൺഫ്ലിക്റ്റിനെ ഇല്ലാതാക്കുക എന്നുള്ളത് ചൈനയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ പോലുള്ള രാജ്യത്തിനായാലും ഈവൻ പാകിസ്ഥാന് ആയാലും അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് അടച്ചിട്ടത് കൊണ്ട് നമുക്ക് സ്മൂത്തായിട്ടുള്ള എനർജിയുടെ ഫ്ലോ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മറ്റ് പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക്കായിട്ടുള്ള വലിയ തലവേദനയൊന്നും ഇന്ത്യക്കില്ല ഇന്ത്യയെ സംബന്ധിച്ച്. പക്ഷേ ചൈനയ്ക്ക് അങ്ങനെയല്ല. ചൈനയ്ക്ക് ഇത് ഡു ഓർ ഡൈ ആയിട്ടുള്ളൊരു കളിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ചൈനയെ സംബന്ധിച്ച് ഇതിനകത്ത് ഒരു പിന്നെ ചൈനയ്ക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ ഇതിനകത്തുള്ളൊരു സമവായം ഉണ്ടാകുക അല്ലെങ്കിൽ ഇതിനകത്തുള്ളൊരു പിന്നെ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ചൈനയെ സംബന്ധിച്ചും വളരെ എന്താണ് പറയുന്നത് ചൈനയുടെ ഏറ്റവും അടുപ്പമുള്ള രാജ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപക്ഷേ ഈ ആസിഫ് മുനീറിൻ്റെ ഈ ക്ലോസ്നെസ് ഈ ഇറാനുമായിട്ടുള്ള ഇറാൻ്റെ IRGCയുമായിട്ട് അവരുടെ ആർമിയുമായിട്ട് ഇൻ്റലിജൻസുമായിട്ടൊക്കെയുള്ള ഡീപ്പായിട്ടുള്ള റിലേഷൻ ലോങ് സ്റ്റാൻഡിങ് റിലേഷനാണ്. വളരെ കാലം മുതലുള്ള ആസിഫ് മുനീറിൻ്റെ റിലേഷൻസിനെ അത് ആ ഒരു ലിവറേജിനെ ചൈനയും അമേരിക്കയൊക്കെ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കാം എന്നും നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. അപ്പം ട്രംപിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ കാരണം പുള്ളിക്ക് താല്പര്യങ്ങളുള്ള അല്ലെങ്കിൽ പുള്ളിയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ലോക നേതാക്കളെയൊക്കെ തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഗ്രേറ്റ് പ്രൈം മിനിസ്റ്ററാണ് അല്ലെങ്കിൽ ഗ്രേറ്റ് ഫീൽഡ് മാർഷലാണ് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുകയും അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന പതിവ് ട്രംപിൻ്റെ ഭാഗത്ത് നമുക്ക് എല്ലാ ദിവസവും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഈ ആസിഫ് മുനീറാണ് ഇപ്പോൾ ഇതിനകത്തിൽ ഒരു എന്താണ് എടുത്തു പറയത്തക്ക നമ്മളിപ്പോൾ പാകിസ്ഥാനെക്കുറിച്ചൊരു പിന്നെ എന്താണ് പറയുന്നത്
ഒരു മെസ്സഞ്ചറാണ് അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ കാര്യമല്ല നമ്മൾ പറയുന്നത്, പാകിസ്ഥാൻ്റെ ലീഡർഷിപ്പിന് ഇതിനകത്തുള്ള റോളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വളരെ സുവ്യക്തമാണ്. അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കായിട്ടുള്ള താല്പര്യങ്ങൾ ഈ പറഞ്ഞ രാജ്യങ്ങളെ സംബന്ധിച്ച്, ഇറാനെ സംബന്ധിച്ചായാലും ചൈനയെ സംബന്ധിച്ചായാലും അമേരിക്കയെ സംബന്ധിച്ചായാലും എന്തുകൊണ്ട് പാകിസ്ഥാൻ എന്നുള്ള ചോദ്യം. അപ്പോൾ ഇസ്രായേൽ പുറമേ പാകിസ്ഥാനിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, കാരണം പാകിസ്ഥാൻ ഇതിനകത്തൊരു ഭാഗമാകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ഇപ്പോഴും പാകിസ്ഥാനാണ് ലൈവിൽ. ഇപ്പോൾ രണ്ടാമത്തെ റൗണ്ട് ടോക്സ് നടക്കേണ്ട ടോക്സ് നടക്കാൻ പോവുകയാണ്. ഇറാൻ അതിനകത്ത് പങ്കെടുക്കുന്നില്ല എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മുനീറിൻ്റെ ഇതിനകത്തുള്ള റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂക്ഷിക്കേണ്ടതാണെന്നാണ് അമേരിക്കൻ ഈ പറഞ്ഞ സുരക്ഷാ വിഭാഗവുമായി ബന്ധപ്പെട്ട അനലിസ്റ്റുകളൊക്കെ തന്നെ ഇപ്പോൾ ട്രംപിനെ ഓർമ്മപ്പെടുത്തുന്നതും അമേരിക്കൻ ഗവൺമെൻറ്റിനെ വാൺ ചെയ്യുന്നതൊക്കെ തന്നെ. അവർ പറയുന്നത് ഇതൊരു റെഡ് ഫ്ലാഗാണ്, ഇത് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. കാരണം അമേരിക്കയ്ക്ക് പണ്ട് താലിബാനുമായിട്ടുള്ള യുദ്ധത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള, അത് ട്രംപിനൊക്കെ നല്ല കൃത്യമായിട്ട് അറിയാവുന്നതാണ്. കാരണം ട്രംപിൻ്റെ ഒന്നാമത്തെ അഡ്മിനിസ്ട്രേഷനിലൊക്കെ തന്നെ പാകിസ്ഥാനെതിരെ വളരെ ശക്തമായിട്ടുള്ള, വളരെ ബ്ലണ്ടായിട്ട് ട്രംപ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങളുടെ പൈസ അടിച്ച് മാറ്റിയിട്ട് ഞങ്ങൾക്ക് ഒരു രീതിയിലുള്ള സഹായം തന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നിന്നില്ല എന്നൊക്കെ പറഞ്ഞ് ട്രംപ് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇറക്കിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ട്രംപിനെ പാകിസ്ഥാനിൽ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ആസിഫ് മുനീറിനെ ഒക്കെ തന്നെ അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് ഏതെങ്കിലും രീതിയിൽ ഇതിനകത്തൊരു എന്താ പറയുക, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കാം ചിലപ്പം അവർ കരുതുന്നത്. കാരണം അമേരിക്ക വിചാരിച്ചോട്ട് അവിടുത്തെ കാര്യങ്ങൾ ഈ മൂവ് ചെയ്യാനും, അല്ലെങ്കിൽ ഇപ്പോൾ ഇറാനെതിരെ യുദ്ധം യൂണിലാറ്ററലായിട്ടാണ് ഇസ്രായേലും അമേരിക്ക യുദ്ധം ആരംഭിച്ചതെങ്കിലും അമേരിക്ക ഇസ്രായേലും വിചാരിച്ചതുപോലെ കാര്യങ്ങൾ അവിടെ മാറ്റിയെടുക്കാൻ അവർക്ക് കഴിയാതെ വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ഇങ്ങനൊരു മറ്റൊരു ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള മൂവാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ മുനീറിനെക്കുറിച്ച് പാകിസ്ഥാൻ്റെ തന്നെ ഒരു റിട്ടയേർഡ് പാകിസ്ഥാനി ജനറൽ അഹമ്മദ് സയ്യിദ് ഈ പറഞ്ഞ ഫോക്സ് ന്യൂസിനോട് തന്നെ പറയുന്നത്, മുനീർ മാസങ്ങളായിട്ട് യുദ്ധം തുടങ്ങിയത് ഇപ്പോൾ ഫെബ്രുവരിയിലാണ്, ഒരുപക്ഷെ കഴിഞ്ഞ വർഷത്തെ യുദ്ധത്തിന് ശേഷമായിരിക്കാം. മാസങ്ങളായിട്ട് ഇറാനും US-നും ഇടയ്ക്ക് ഒരു മീഡിയേറ്ററായിട്ടുള്ള പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ പറഞ്ഞ ഒരു റിട്ടയേർഡ് പാകിസ്ഥാൻ്റെ ഒരു ജനറൽ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം, അതുപോലെ തന്നെ ഈ നേവൽ ബ്ലോക്കേഡ് ഒക്കെ തന്നെ ട്രംപ് ഭരണകൂടം ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾക്ക് വേണ്ടി ട്രംപ് ശ്രമിക്കുമ്പോൾ ഈ പറഞ്ഞ റിട്ടയേർഡ് പാകിസ്ഥാനി ജനറൽ പറയുന്നത് മാസങ്ങളായിട്ട് തന്നെ ഈ ആസിഫ് മുനീർ ഈ ഒരു ബാക്ക് ഡോർ ഡിപ്ലോമസി, ഇൻഫോർമലായിട്ടുള്ളൊരു ബാക്ക് ചാനൽ ഡിപ്ലോമസി എന്ന് വെച്ചാൽ അതൊന്നും നമ്മളിതുവരെ ലോകം അറിഞ്ഞിട്ടില്ല ശരിക്കും. അതൊക്കെ സീക്രട്ടായിട്ട് നടന്ന കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞത്. ഇറാനും അമേരിക്കയ്ക്കും ഇടയ്ക്ക് ഇങ്ങനൊരു എന്താണ് പറയുന്നത്, ഒരു മീഡിയേറ്ററായിട്ട് ഈ പറഞ്ഞ മുനീർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സയ്യിദ് എന്ന് പറയുന്ന അവരുടെ റിട്ടയേർഡ് പാകിസ്ഥാൻ്റെ ജനറൽ പറയുന്നത്, ഈ മുനീറിന് ഇറാനുമായിട്ടുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങുന്നില്ല. പാകിസ്ഥാൻ്റെ 2016-17 കാലഘട്ടത്തിലെ പാകിസ്ഥാൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ ഹെഡായിട്ടിരുന്നപ്പോൾ മുതൽ ഈ ആസിഫ് മുനീറിന് ഇറാനുമായിട്ട് വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. ഇറാൻ്റെ ലീഡർഷിപ്പ്, പല ഹൈറാക്കിലുള്ള ലീഡർഷിപ്പ് ഇൻ്റലിജൻസ് കമ്മ്യൂണിറ്റിയുമായിട്ടും അവരുടെ മിലിറ്ററിയും IRGC ഒക്കെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻ ഉണ്ടെന്നാണ് ഈ മുനീറിനെക്കുറിച്ച് ഈ പറഞ്ഞ പാകിസ്ഥാനിൽ നിന്നുള്ള റിട്ടയേർഡ് ആർമി ജനറൽ പറയുന്നത്. അപ്പം ഈ പറഞ്ഞ മുനീറിന് ഇറാനുമായിട്ടുള്ള ഏറ്റവും ആഴത്തിലുള്ള ബന്ധത്തെ ഒരുപക്ഷെ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ട്രംപ് അഡ്മിനിസ്ട്രേഷനും ചൈനയൊക്കെ തന്നെ ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ ഇപ്പോൾ നിലവിലുള്ള ഈ ലീഡർഷിപ്പിനെ ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്ററിനേക്കാൾ കൂടുതൽ റോള് വഹിക്കുന്നത് ഈ പറഞ്ഞ ആസിഫ് മുനീർ എന്ന് പറഞ്ഞ അവരുടെ ഫീൽഡ് മാർഷലായിരിക്കും. കാരണം അദ്ദേഹം ഒരു ആർമി ഓഫീസറായതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രൈം മിനിസ്റ്ററിനേക്കാളും കൂടുതൽ ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നെറ്റ്വർക്കിങ്ങും ലിങ്കും റിലേഷൻസും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞ മുനീറിന് IRGC ആയിട്ട് മാത്രമല്ല, അതുപോലെ തന്നെ അവരുടെ ഈ മറ്റ് പല ഹൈറാർക്കിലുള്ള പല ഇൻ്റലിജൻസ് മിലിറ്ററി അല്ലെങ്കിൽ ആർമി ഓഫീസേഴ്സുമായിട്ടൊക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പറഞ്ഞ സെക്യൂരിറ്റി അനലിസ്റ്റായിട്ടുള്ള ബിൽ റോഗിയോ ഫോക്സ് ന്യൂസിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ട്രംപ് അഡ്മിനിസ്ട്രേഷനെയും വാൺ ചെയ്യുന്നത്. കാരണം
പാകിസ്ഥാൻ്റെ ലീഡർഷിപ്പിനെയൊന്നും പിന്നെ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യരുത്. അത് അമേരിക്കയ്ക്ക് തിരിച്ചടികൾ ഉണ്ടാകാൻ വളരെ സാധ്യതയാണ്. അതിന് അദ്ദേഹം അഫ്ഗാനിസ്ഥാൻ്റെ താലിബാനെതിരെയുള്ള അമേരിക്കൻ 10-20 വർഷത്തോളം അമേരിക്കയുടെ പിന്നെ ഇൻവേഷൻ ഉണ്ടായിരുന്നില്ല അഫ്ഗാനിസ്ഥാൻ, താലിബാനെതിരെ നടത്തിയ യുദ്ധങ്ങളൊക്കെ തന്നെ. ആ സമയത്ത് പാകിസ്ഥാൻ താലിബാനെ കൂടുതൽ സഹായിക്കുകയും അമേരിക്കയിൽ നിന്ന് എല്ലാവിധ സഹായങ്ങൾ പാകിസ്ഥാൻ നേടിയെടുക്കുകയും അറ്റ് ദ സെയിം ടൈം താലിബാനെ അവർ പിന്നെ വളരെ സീക്രട്ടീവായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടവും കാഴ്ചയുമായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആസിഫ് മുനീറിനെയും പാകിസ്ഥാനെയും വിശ്വസിക്കരുതെന്നാണ് ഈ പറഞ്ഞ സെക്യൂരിറ്റി അനലിസ്റ്റ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിപ്പോൾ അമേരിക്കയിൽ വളരെ ചൂട് പിടിച്ചൊരു ചർച്ചാ വിഷയമാണ്. പക്ഷേ ഇതിനകത്ത് നമുക്കറിയാം, ഈ അമേരിക്കയുടെ പ്രസിഡൻറ്റ് എന്ന് പറയുന്ന വ്യക്തി ട്രംപ് തീർച്ചയായിട്ടും ഒരു പേഴ്സണലായിട്ടുള്ള, ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വലിയൊരു രാജ്യത്തിൻ്റെ പവർഫുള്ളായിട്ടുള്ള രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ്. തീർച്ചയായിട്ടും അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന, നമ്മൾ നേരത്തെ തന്നെ പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റുകളായാലും ശരി, അല്ലെങ്കിൽ പ്രസ് മീറ്റിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയാലും ശരി, അതിനെല്ലാം അക്കൗണ്ടബിലിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും ബ്ലണ്ടായിട്ടൊന്നും വിളിച്ചു പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് അമേരിക്ക ഇങ്ങനൊരു രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവനെ തീർച്ചയായിട്ടും ഇങ്ങനൊരു വളരെ രൂക്ഷമായി നിലനിൽക്കുന്നൊരു യുദ്ധത്തിന് പരിസമാപ്തി കാണാൻ വേണ്ടി ഇങ്ങനെ രാജ്യത്തിൻ്റെ ലീഡർഷിപ്പിനെയും തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒന്നും അറിയാതെ അവരത് തീർച്ചയായിട്ടും ഇതിനകത്തിൽ ഇങ്ങനൊരു റോള് വഹിക്കാൻ വേണ്ടി ഈ രാജ്യത്തിനെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ലീഡർഷിപ്പിനെ തിരഞ്ഞെടുക്കില്ല. കാരണം അമേരിക്ക വലിയ രാജ്യമാണ്. ലോകത്തിലെ എല്ലാ മുക്കിലും മൂലയിലും അവരുടെ ഇൻ്റലിജൻസ് പിന്നെ ഓപ്പറേഷൻസ് ഉള്ളതാണ്. CIA ഈ ആസിഫ് മുനീറിനെക്കുറിച്ച് അറിയാഴികയൊന്നുമില്ല. അതുപോലെ തന്നെ മൊസാദ് ഇതിനേക്കാളിൽ വളരെ ശക്തമായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള എഫിഷ്യൻ്റായിട്ടുള്ള ഇൻ്റലിജൻസാണ്. തീർച്ചയായിട്ടും മൊസാദിനും മുനീറിനെക്കുറിച്ചോ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ലീഡർഷിപ്പിനെക്കുറിച്ചൊന്നും അറിയാതിരിക്കത്തില്ല. അതായത് പാകിസ്ഥാൻ്റെ ആസിഫ് മുനീറിനും IRGCയും തമ്മിലുള്ള ഡീപ്പായിട്ടുള്ള റിലേഷൻസിനെക്കുറിച്ച് മൊസാദിന് അറിയത്തില്ല എന്ന് നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. അതുപോലെ CIA-ക്കും ഇതൊന്നും അറിയത്തില്ല എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ അറിവിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും. അതുപോലെ ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിനും ഒക്കെ തന്നെ നമുക്കറിയാം തീർച്ചയായിട്ടും. കാരണം ഇവരെല്ലാം ലോകത്തിലെ ഈ ഇൻ്റലിജൻസ് നെറ്റ്വർക്കുള്ള എല്ലാ രാജ്യത്തിൻ്റെയും ഇൻ്റലിജൻസ് ടോപ്പിലുള്ള ഇൻ്റലിജൻസിന് അവർക്കെല്ലാം വൈഡ് സ്പ്രെഡായിട്ടുള്ള നെറ്റ്വർക്കിംഗ് ഉള്ളതാണ്. അവിടെ തീർച്ചയായിട്ടും അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും ഇതുപോലെ ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ സാധിക്കും. അപ്പം ഈ ടോട്ടലി ഇഗ്നറൻ്റായിട്ടുള്ളൊരു തലത്തിൽ നിന്നുണ്ടല്ലോ ട്രംപും അല്ലെങ്കിൽ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷനോ ഒന്നും തന്നെ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മളങ്ങനെ കരുതണ്ട. തീർച്ചയായിട്ടും അവർക്ക് മറ്റു പല ലക്ഷ്യങ്ങളുണ്ടായിരിക്കാം. ഒരുപക്ഷെ ഈ പറഞ്ഞ ഇറാനിൽ ലീഡർഷിപ്പിനോട് ഏറ്റവും പിന്നെ അടുപ്പമുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരുപക്ഷെ ആസിഫ് മുനീറിനെ ഈ ഒരു പിന്നെ റോള് വഹിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നതായിരിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും അമേരിക്കയിലുള്ള സെക്യൂരിറ്റി അനലിസ്റ്റ് അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നൊക്കെ ആൾക്കാർ പറയുന്നത് തീർച്ചയായിട്ടും ഇത് അമേരിക്കയെ സംബന്ധിച്ച് അത്ര ഒരു ശുഭകരമായിട്ടുള്ള കാര്യമല്ല. ഇങ്ങനെ ആസിഫ് മുനീറിനെ പോലെ ഇറാൻ്റെ IRGCയുമായിട്ട് വളരെ ആഴത്തിലും സീക്രട്ടീവായിട്ടുള്ള ബന്ധങ്ങളുള്ള, കാരണം ഇവർ തമ്മിലുള്ള ഏർപ്പാടുകൾ എന്താണെന്ന് അറിയത്തില്ല. കാരണം ഈ കോൺഫ്ലിക്റ്റ് തുടങ്ങിയതിന് ശേഷം ഇറാനിലെത്തിയിട്ടുള്ള ആദ്യത്തെ ഇൻ്റർനാഷണൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു രാഷ്ട്രത്തിൻ്റെ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഫ് മുനീറായിരുന്നു. അന്ന് ആസിഫ് മുനീർ അവിടെ എത്തിയത് തന്നെ ഈ മിലിറ്ററി യൂണിഫോമിലാണ് എത്തിയത് എന്നൊക്കെയാണ് നമുക്ക് ഈ പത്രമാധ്യമങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതൊക്കെ സിംബോളിക്കായിട്ടുള്ള ജസ്റ്ററാണ് തീർച്ചയായിട്ടും നമ്മളതിൽ. അപ്പോൾ ഇങ്ങനെ IRGCയുമായിട്ട് വളരെ സീക്രട്ടീവായിട്ടും ആഴത്തിലും ബന്ധമുള്ള ആസിഫ് മുനീറിനെ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട അമേരിക്കയ്ക്ക് പിന്നെ ഒരിക്കലും പിന്നെ മിഡിൽ ഈസ്റ്റിൽ യാതൊരു രീതിയിലുള്ള നഷ്ടം ഉണ്ടാകാത്ത രീതിയിൽ ഒരു പീസ് നെഗോസിയേഷൻ സാധ്യമാക്കുക എന്നുള്ളത് ആസിഫ് മുനീറിൽ കൂടെ സാധ്യമാകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ ഈ പറഞ്ഞ നാഷണൽ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു തലത്തിൽ നിന്ന് പല സെക്യൂരിറ്റി എക്സ്പേർട്സും അനലിസ്റ്റും ഒക്കെ തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ നമുക്കറിയാം പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കലി അവർ പിന്നെ ബാക്ക് സ്റ്റാബ് ചെയ്യാന്ന് പറഞ്ഞാൽ പുറകിൽ നിന്ന് കുത്താനും ചീറ്റ് ചെയ്യാനും ചതിക്കാനും വഞ്ചിക്കാനും ഒക്കെ തന്നെ അവർ വളരെ സ്മാർട്ടാണ്. കാരണം അവരെത്ര സ്മാർട്ടായിട്ടാണ് അമേരിക്കയെ ഈ പറഞ്ഞ താലിബാൻ്റെ ആ ഒരു സമയത്ത് അമേരിക്ക താലിബാനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എത്ര സ്മാർട്ടായിട്ടാണ് അവർ തീർച്ചയായിട്ടും അമേരിക്കയെ ട്രാപ്പ് ചെയ്തതും. കാരണം അമേരിക്കയ്ക്ക് അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം ചെയ്യണമെങ്കിൽ പാകിസ്ഥാൻ ഇല്ലാതെ നടക്കത്തില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്.
അപ്പോൾ പാകിസ്ഥാനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാനിലൊക്കെ അമേരിക്ക യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. ചൈനയെ ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല, ഇന്ത്യയെ പറ്റത്തില്ല, പിന്നെ ഇറാനെ പറ്റത്തില്ല, പിന്നെ അഫ്ഗാനിസ്ഥാൻ്റെ അപ്പുറത്തെ നെയ്ബറിങ് രാജ്യങ്ങളിലെ ഒന്നും തന്നെ അവർക്ക് അത് ഏറ്റവും കൂടുതൽ സ്ട്രാറ്റജിക്കായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു രാജ്യം പാകിസ്ഥാനായിരുന്നു. പാകിസ്ഥാൻ അതിനുള്ള ഇടം കൊടുത്തു. പക്ഷേ അറ്റ് ദ സെയിം ടൈം പാകിസ്ഥാന് അതിനെല്ലാം കണക്ക് പറഞ്ഞ് അമേരിക്കയിൽ നിന്നും ബില്യൺസ് ഓഫ് ഡോളേഴ്സ് കൈപ്പറ്റുകയും അതിനോടൊപ്പം തന്നെ താലിബാനെ കൂടുതൽ ഊട്ടി വളർത്തുകയും താലിബാനെ സപ്പോർട്ട് ചെയ്യുകയും അമേരിക്കയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും താലിബാന് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നൊരു റിയാലിറ്റി യാഥാർത്ഥ്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അമേരിക്ക മനസ്സിലാക്കണമെന്നാണ് അമേരിക്കയെ സ്നേഹിക്കുന്ന ഈ പറഞ്ഞ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഇപ്പോൾ ട്രംപിനെ അമേരിക്കൻ ഭരണകൂടത്തിനെ ഓർമ്മിപ്പിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് തൽക്കാലം ഷെയർ ചെയ്യാനുള്ളത്. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.